ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൻ്റെ ഷീൽഡ് മദർ ബോർഡിൽ വരുന്ന ഷീൽഡ് എങ്ങനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇടാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് പലപ്പോഴും ചിലപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന മൊബൈലുകൾ ചിലപ്പോൾ ഷീൽഡ് വേറെ ഏതെങ്കിലും ഷോപ്പിൽ കൊടുത്ത് ഷീൽഡ് റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രിൻറ്റ് മറ്റൊക്കെ കട്ടായി നമുക്ക് കിട്ടാറുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു മൊബൈലാണ്. ഇതിൻ്റെ ഷീൽഡ് റിമൂവ് ചെയ്തിട്ടുണ്ട്, വേറെ ഏതോ ഷോപ്പിൽ കൊടുത്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഷീൽഡ് റിമൂവ് ചെയ്ത സമയത്ത് ആ ഒരു പ്രിൻറ്റ് പൂർണ്ണമായിട്ടും കട്ടായിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ആ ഒരു പ്രിൻറ്റിൻ്റെ ഈ ഭാഗത്ത് മൊത്തം ഇത് പ്രിൻറ്റ് കട്ടായിട്ടുണ്ട്, സർക്യൂട്ട് പൂർണ്ണമായിട്ടും കട്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മൊബൈലിനെ സംബന്ധിച്ച് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം എന്ന് പറയുന്നത് സർക്യൂട്ട് കട്ടായിട്ടുണ്ട്. ഇനി ഇതിലൊക്കെ ജമ്പർ ചെയ്തെടുക്കാമെന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ജമ്പർ ചെയ്യാൻ പോലും സാധിക്കും. ഇതിലൊന്നും ഇനി ജമ്പർ ചെയ്തിട്ട് കാര്യമില്ല, കിട്ടത്തില്ല. അപ്പോൾ നമ്മളൊക്കെ ആ ഫോൺ തന്നെ നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. കാരണം റിപ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം ഒരു ഷീൽഡ് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. അപ്പം ഷീൽഡ് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് മിക്കവാറുമൊക്കെ ഇപ്പോൾ ഷീൽഡ് റിമൂവ് ചെയ്യുന്നതിനായിട്ട് കട്ടറും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവരും മിക്ക ഷോപ്പുകളിലും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കട്ടറിനൊക്കെ ഭയങ്കര വിലയാണ്, നിങ്ങൾക്കത് വാങ്ങാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഇത് പ്രിൻ്റോ അല്ലെങ്കിൽ ഈ മദർ ബോർഡോ ഒന്നും ഡാമേജ് ആവാതെ തന്നെ നിങ്ങൾക്ക് ഇത് ഷീൽഡ് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഷീൽഡ് കട്ട് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഷീൽഡ് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ബ്ലേഡ്, ഇപ്പോൾ ഇതിനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബ്ലേഡ് എടുക്കുക. ഈ ഒരു ബ്ലേഡ് നിങ്ങൾ ആദ്യം തന്നെ ഏത് ഷീൽഡാണ് കട്ട് ചെയ്യേണ്ടത് ആ ഷീൽഡിൻ്റെ 4 ഭാഗത്തും ഒന്ന് പോറി വിടുക. ഇത്തിരി ജസ്റ്റ് ഇത് പ്രിൻറ്റിൽ അല്ലെങ്കിൽ മദർ ബോർഡിൽ ഒന്നും യാതൊരുവിധ ഡാമേജസും വരുത്താതെ ഈ ഒരു ഷീൽഡിൽ നിങ്ങളൊന്ന് പോറി വിടുക. ജസ്റ്റ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് പോറി വിടുക. നാല് ഭാഗവും ജസ്റ്റ് ഒന്ന് പോറി വിടുക. വേറെ അടുത്തുള്ള യാതൊരുവിധ കമ്പോണൻസിനും ഡാമേജ് ആവാത്ത രീതിയിൽ വേണം നിങ്ങൾ ആ ഒരു ഷീൽഡിൻ്റെ 4 ഭാഗത്തും പോറി വിടേണ്ടത്. പോറി വിടുക. ഇതേപോലെ 4 വശത്തും പോറി വിട്ട ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നുകിൽ നിങ്ങൾ കട്ടർ ഉപയോഗിച്ച് പൊക്കിയെടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ബ്ലേഡ് ഉപയോഗിച്ച് ചെറുതായിട്ട്, വലിയ ഇതൊന്നും വേണ്ട, ജസ്റ്റ് കണ്ടോ യാതൊരുവിധ പ്രിൻറ്റിന് യാതൊരുവിധ ഡാമേജസും വന്നിട്ടില്ല. പക്ക നല്ല കിടിലമായിട്ട് തന്നെ അത് ഇളവിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒന്നും യാതൊരുവിധ ഡാമേജസ് ഉണ്ടായിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പോറി വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക മാത്രമാണ് ചെയ്തത്. വേറെ യാതൊരുവിധ ഡാമേജസ് ഇതിന് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഷീൽഡ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇതേപോലെ മനസ്സിലാക്കണം. ഇതിൻ്റെ ഷീൽഡായിരുന്ന